നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അന്തിമ ഫലത്തിൽ മാറ്റമില്ല. കാരിച്ചാൽ ചുണ്ടൻ തന്നെ ജേതാവ്. വിയപുരം ചുണ്ടൻ തുടങ്ങിയ വില്ലേജ് ബോട്ട് ക്ലബിന്റെ പരാതി തള്ളിയിരിക്കുന്നു. പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ട് അവിടെ നിന്നും. അതിലേക്ക് അപ്പം ഇതിൻ്റെ അകത്ത് പിന്നെ എന്ത് വിശ്വാസ്യതയാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ NTPR വള്ളസമിതിയോടുള്ളത്? ഞങ്ങളൊക്കെ ഈ പറഞ്ഞ ഒരു പ്രാവശ്യം വയനാട് നടന്ന ദുരന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച് ഈ രണ്ട് കരക്കാർ വന്ന് തുഴഞ്ഞ് ഈ 5 മിനിറ്റിൽ അവിടെ നടക്കുന്ന ഒരു പ്രതിഭാസത്തിൽ ആർക്കേലും എന്തെങ്കിലും തോന്നിവാസം പറഞ്ഞ് ആർക്കോ വേണ്ടി ഒരു ചലിക്കുന്ന പാവകളെ പോലെ ഞങ്ങളൊക്കെ വന്നു പോകാനിരിക്കുന്നതാണ്. അല്ലാതെ ഇവിടുന്ന് തരുന്ന NTPRന് തരുന്ന 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയല്ല 1 കോടി രൂപ മുടക്കി ചെലവഴിച്ച് കളിക്കാൻ വരുന്നത്. അപ്പം ഞങ്ങളൊരു ഇവിടുത്തെ നമ്മുടെ ഒരു ജില്ലാ ജഡ്ജ് എന്ന് പറയുന്ന നമ്മുടെ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതിയുടെ പകർപ്പ് നമുക്ക് മറുപടിയായിട്ട് തരണം. അവർ ജൂറി ഓഫ് അപ്പീൽ തള്ളി എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത്? അപ്പം ഞങ്ങളൊക്കെ ഈ കളിക്കുന്നതിനകത്ത് എന്താ മാനദണ്ഡമുള്ളത്? അപ്പോൾ ഒരു ക്ലബ്ബ് മാത്രം കളിച്ചാൽ മതി? ഒരു പേപ്പറിലെങ്കിലും തരണം. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കണക്കാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇന്ന കണക്ക് ഇതിൻ്റെ ഫോട്ടോ ഉണ്ട്, നിങ്ങൾ ടൈം എടുത്തത് ഇന്നതാണ്. ഇപ്പോൾ അവിടെ നാട്ടിയിരിക്കുന്ന 5 കമുകിൻ്റെ കാര്യം ഞാൻ അന്നും പറഞ്ഞു. ഈ 5 കമുകെന്ന് പറയുന്നത് ഏത് കമ്പനിയുടെ ബ്രാൻഡാണ്? അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം 5 മൈക്രോ സെക്കൻഡ് മാറി 1 സെൻറ്റിമീറ്ററായി. ഈ 1 സെൻറ്റിമീറ്റർ ഈ കമുകിൻ്റെ ഇടവഴി ഇവരെങ്ങനെ അളക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ അകത്ത് ആർക്കോ വേണ്ടി ചലിക്കുന്ന കുറേ പാവകളെ ഇവിടെ എടുത്ത് വെച്ച് NTPRൽ നിങ്ങൾ വന്ന് കളിച്ചോ, കോടികൾ നിങ്ങൾ മുടക്കി എങ്ങനെയും വന്ന് കളിച്ചോ, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ള രീതിയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നത് ഇതിന് മാത്രമല്ല, ഈ ട്രാക്ക് അളന്നവർ തൊട്ട് ഈ ട്രാക്കിൽ അന്ന് അവിടെ നടന്ന എല്ലാം ബോട്ട് ഇടിച്ച് ഞങ്ങളുടെ വള്ളം മുങ്ങിയത് ഉൾപ്പെടെയുള്ള എല്ലാ പരാതിയും കൊടുക്കും. അതിൻ്റെ അകത്ത് ഇറിഗേഷൻ ആണെങ്കിൽ ഇറിഗേഷൻ, ട്രാക്ക് അളന്നവരാണെങ്കിൽ അങ്ങനെ, ഇത് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വ്യക്തമായി പരാതി കൊടുത്ത് ഇനി ഇത്രയും മുടക്കി, എന്തായാലും 1 കോടി രൂപ മുടക്കി. അതിൻ്റെ കൂട്ടത്തിൽ ഇനി 2 കരക്കാരും കൂടെ വിചാരിച്ചാലും 10 ലക്ഷം കൂടെ ഹൈക്കോടതി മുടക്കാം. എന്തായാലും ഇത് വെറുതെ വിടാനുള്ള ഉദ്ദേശിച്ചിട്ടില്ല. അതെ, ഞങ്ങളുടെ 2 കരയുടെ വികാരമാണ്. അത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെയാണ്. ഞങ്ങൾ സാമ്പത്തികം നോക്കിയല്ല ചെയ്യുന്നത്, അതാണ് ചിന്തിക്കേണ്ടത്. ആ വികാരത്തെ മുതലെടുക്കുക എന്നുള്ളതാണ്, അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. രഘു, വിവരങ്ങളായിട്ട് രഘു, ഇതിപ്പോൾ ആരുടെയൊക്കെ പ്രതികരണങ്ങളാണ് കേട്ടത്? അവർ നിലവിൽ വന്ന തീരുമാനത്തിൽ തൃപ്തരല്ല എന്നാണോ? രണ്ടാം സ്ഥാനത്ത് വന്ന വില്ലേജ് ബോട്ട് ക്ലബിൻ്റെയും ഒപ്പം തന്നെ വിയപുരം ചുണ്ടൻ്റെയും പ്രതിനിധികളാണ് സംസാരിച്ചത്. ആദ്യം മുതൽ തന്നെ നെഹ്റു ട്രോഫിയുടെ വിജയിയെ സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. നെഹ്റു ട്രോഫി നടന്നതിന് പിന്നാലെ തന്നെ വില്ലേജ് ബോട്ട് ക്ലബ്ബും, 2ാം സ്ഥാനത്ത് വന്ന വില്ലേജ് ബോട്ട് ക്ലബ്ബും, 3ാം സ്ഥാനത്ത് വന്ന കുമരകവും പരാതി നൽകിയിരുന്നു. അതായത് കുമരകത്തിൻ്റെ നടുഭാഗം ചുണ്ടൻ തുടങ്ങിയ കുമരകത്തിൻ്റെ പരാതി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തർക്കമുണ്ടായി, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൃത്യമായ സമയത്ത് അവർക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിച്ചില്ല സ്റ്റാർട്ടറിൻ്റെ പ്രശ്നം കൊണ്ട്. അതായത് ഫൈനലിൽ അവസാനം 2ാം സ്ഥാനത്തെത്തിയ വിയപുരത്തിൻ്റെ പരാതി എന്ന് പറയുന്നത് കാരിച്ചാൽ ചുണ്ടനും വിയപുരവും ഒന്നിച്ചാണ് തുഴഞ്ഞെത്തിയത്. പക്ഷേ ആദ്യം കഴിഞ്ഞ വർഷമൊക്കെ കണക്കാക്കിയിരുന്ന മൈക്രോ സെക്കൻഡ് മാറ്റിയിട്ട് മില്ലി മൈക്രോ സെക്കൻഡിലേക്ക് വന്നപ്പോഴാണ് അത്തരത്തിൽ ഫലം മാറിയത്. അതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ, നെഹ്റു ട്രോഫി ബോട്ട് റേസിൻ്റെ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി തെളിവെടുക്കുന്നുണ്ട്, മൊഴിയെടുക്കുന്നുണ്ട്. ഇന്ന് വീണ്ടും യോഗം ചേർന്നു. വീണ്ടും യോഗം ചേർന്നപ്പോൾ എടുത്ത തീരുമാനം, കാരിച്ചാലിനെ വിജയിയായി പ്രഖ്യാപിച്ച തീരുമാനം പുനഃപരിശോധിക്കേണ്ടതില്ല. അതായത് സ്റ്റാർട്ടിങ്ങിലെ പരാതിയും ഒപ്പം തന്നെ ഫിനിഷിങ്ങിലെ പരാതിക്കും അടിസ്ഥാനമില്ല. അതിനുവേണ്ടി വളരെ കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഈ തവണത്തെ നെഹ്റു ട്രോഫി ഫൈനലിന്റെ മത്സരഫലം കോടതി കയറുമെന്ന് ഉറപ്പാണ്. കളക്ടർക്ക് പരാതി നൽകിയ 1 കോടി ചെലവാക്കാമെങ്കിൽ 2 കരക്കാരും ചേർന്ന് 10 ലക്ഷം കൂടി മുടക്കാൻ തങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. തങ്ങൾ ആ വഴി തന്നെ, നിയമവഴി തന്നെ പോകുമെന്നാണ്. ഇനി അത് അവരുടെ ഇഷ്ടമാണ്. എന്തായാലും നിലവിൽ കാരിച്ചാലിന് തന്നെയാണ് ട്രോഫി എന്നാണ് അന്തിമ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്.